കേരള സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. പൊതു സർവകലാശാല പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കിയെന്നും ഇതിനുശേഷമാണ് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു. വിശദമായ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷമാണ് കേരള നിയമസഭ സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കിയത്. പൊതു സർവകലാശാല പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കിയെന്നും ഇതിനുശേഷമാണ് സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു. ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ മേഖലയിൽ അതിദ്രുത മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ അബ്സോർബ് ചെയ്ത് പോകാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഉത്തമമായിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ആർജിച്ചതിന് ശേഷമാണ് നമ്മുടെ സർവകലാശാലകളെയും കലാലയങ്ങളെയും എല്ലാം ഈ കാലത്തിന്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാൻ കെൽപ്പുള്ളവയാക്കി തീർത്തതിന് ശേഷം മാത്രമാണ് സ്വകാര്യ മേഖലയുടെ സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആലോചിക്കാൻ ആരംഭിച്ചത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നടന്നത് ലേലം വിളിയാണെന്നും യാതൊരു ബില്ലും നിയമസഭയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതുപോലെ ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവരാൻ പരിശ്രമിച്ചു എന്ന് പറഞ്ഞു. യാതൊരു വിധത്തിലുള്ള ഒരു നിയമം നിയമസഭയിൽ അവതരിപ്പിക്കുകയോ പോലും ചെയ്യാതെ ഇൻഡസ്ട്രിയൽ സമ്മിറ്റ് നടത്തുന്നത് പോലെ ലേലം വിളിക്കുന്ന നിലയിൽ വിവിധ വിദ്യാഭ്യാസ ഏജൻസികളെ വിളിച്ചിരുത്തി നടത്തിയ പരിപാടിയാണ് പ്രതിഷേധങ്ങൾ നേരിടേണ്ടതായി വന്നത്. യാതൊരു അതേസമയം മന്ത്രിയുടെ പരാമർശം രേഖയിൽ നിന്ന് നീക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നത് ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ആണ്. ഈ പരിപാടിയെ ലേലം വിളി എന്ന് വിളിച്ച പരാമർശം ഒഴിവാക്കണം എന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് സ്പീക്കർ മറുപടി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.